AKG ഭവനിൽ അതിക്രമിച്ചു കയറി SFI നേതാവ് ഐഷെ ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ഡൽഹി പോലീസ് നടപടി ഇന്ന് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ CPIM. ഐഷെ ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഇന്നലെ ഡൽഹി AKG ഭവനിലാണ് പോലീസ് എത്തിയത്. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള നേതാക്കൾ ഇടപെട്ടതോടെയാണ് പോലീസ് മടങ്ങിപ്പോയത്. ഐഷെ ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കം പ്രതികാര നടപടിയാണെന്ന് CJPയും പറഞ്ഞു. ഇന്നിപ്പോൾ വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്ത്, ഈ വിഷയത്തിൽ ഇന്നലെ CPIMന്റെയും SFIയുടെയും ഒക്കെ പ്രതികരണങ്ങൾ വന്നതാണ്. അതിന് ഏറ്റവും ഒടുവിലാണ് CJP ഇനി അങ്ങനെ ഒരു നടപടി തുടർന്നുണ്ടായാൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നത്. ഇന്ന് എന്തെല്ലാമായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന നടപടികൾ? ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിക്കുമെന്ന് പറഞ്ഞു. പാർലമെന്റിൽ ഒരുപക്ഷെ ഇത് ഉന്നയിക്കാൻ സാധ്യതയില്ലേ? അതെ കർഷൻ, പാർലമെന്റ് രാജ്യസഭയിൽ ഇത് ഉന്നയിക്കുമെന്ന് ജോൺ ബ്രിട്ടാസ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാന പ്രശ്നം ഇതൊരു പ്രതികാര നടപടി എന്നാണ് CJP അക്കാര്യം CJPയും തങ്ങളുടെ പ്രസ്താവനയിൽ സാമൂഹിക മാധ്യമത്തിലിട്ട കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് തങ്ങൾക്കെതിരെയുള്ള അതായത് സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണക്കെതിരെയുള്ള നടപടിയായി കണക്കാക്കുമെന്നാണ് CJP വ്യക്തമാക്കിയത്. ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞും ഡൽഹി പോലീസ് AKG ഭവനിലെത്തി അവരെ എവിടെയാണ് താമസിക്കുന്നത്, ഐഷ ഘോഷ് എവിടെയാണ് താമസിക്കുന്നത്, ഇവിടെ തന്നെയാണോ എന്ന രീതിയിൽ അന്വേഷണം നടത്തി. ഇന്ന് ഒരു രാത്രി 1 മണിയോടുകൂടി, അതായത് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിൽ നിന്ന് ഡൽഹി പോലീസ് ഇതുവരെ പിന്മാറിയിട്ടില്ല എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. ഏതായാലും ഇത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതേപോലെ ട്രയൽ കോടതിയിൽ ഇന്ന് തന്നെ വാറണ്ട് റീകോൾ ചെയ്യാനുള്ള നടപടികൾ നടത്തുകയും ചെയ്യുന്ന CPM വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിയുടെ ഓഫീസിൽ നേരത്തെയുള്ള 2021 കേസിന്റെ പേരിൽ നേരത്തെയുള്ള ഒരു വാറണ്ട് നടപ്പാക്കാൻ അതിക്രമിച്ച് കടക്കുന്നത് അതൊരു പ്രതികാര നടപടി എന്നാണ്. ഇതാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇന്ന് പാർട്ടിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നാണ് CPM നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും സഭയിലും ഇത് ഉന്നയിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ദേശീയ തലത്തിൽ തന്നെ ഇത് വലിയ വാർത്തയായിട്ട് ഇന്നത്തെ ദേശീയ പത്രങ്ങളിലും ഒക്കെ തന്നെ ഇതൊരു വാർത്തയായിട്ട് വലിയ വാർത്തയായിട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളും ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് രാജ്യസഭയിൽ ലോക്സഭയിൽ ചർച്ച നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ അതായത് ചോദ്യോത്തരവേള ഉണ്ടെങ്കിൽ ലോക്സഭയിൽ ഇക്കാര്യം ചർച്ച ചെയ്യാൻ അവതരിപ്പിക്കാൻ അവസരം കിട്ടും. ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ രാജ്യസഭയിലായിരിക്കും ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നാണ് ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.